തൃശൂരിലെ ബ്യൂട്ടി പാർലർ ഉടമ ഷീല സണ്ണിക്കെതിരായ വ്യാജ ലഹരി മരുന്ന് കേസിലെ പ്രതിയായ ലിവിയ ജോസിനെ കേരളത്തിലെത്തിച്ചു. മുംബൈയിൽ നിന്ന് പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പുലർച്ചെയാണ് ലിവിയയെ എത്തിച്ചത്. ഷീല സണ്ണിയെ മയക്കുമരുന്ന് കേസിൽ കുടുക്കിയത് ലിവിയയുടെ പദ്ധതിയായിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി എസ് ലിഷോയ് ചേർന്നുണ്ട്. ലിഷോയ്, എപ്പോഴാണ് ലിവിയയെ എത്തിച്ചത്? ഇനിയുള്ള തുടർ നടപടികൾ എങ്ങനെയാണ്? ഇന്ന് പുലർച്ചെയാണ് ലിവിയയെ കേരളത്തിലേക്ക് എത്തിച്ചത്. മുംബൈയിൽ വെച്ചായിരുന്നു ലിവിയ പിടിയിലായത്. അവിടെ നിന്നും ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട ഈ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് പുലർച്ചെ 2:30 കൊച്ചി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിച്ചു. അതിനുശേഷം കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലേക്കാണ് ലിവിയയെ എത്തിച്ചിട്ടുള്ളത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ, അതായത് ഈ പ്രത്യേക അന്വേഷണ സംഘത്തിന് നേതൃത്വം വഹിക്കുന്ന കൊടുങ്ങല്ലൂർ ഡിവൈഎസ്പി ആയ വി കെ രാജു ഉൾപ്പെടെയുള്ള സംഘം ഇന്ന് ലിവിയയെ ചോദ്യം ചെയ്യും. അതായത് ഈ വ്യാജ ലഹരി മരുന്ന് കേസിൽ ഷീല സണ്ണിയെ കൊടുക്കുന്നതിൽ ഏറ്റവും മുഖ്യമായ പങ്കുവഹിച്ച, ഇതിന്റെ എല്ലാം ആസൂത്രണം ചെയ്ത പ്രതി ആണ് ലിവിയ എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. ഈ ലിവിയയുടെ നിർദ്ദേശപ്രകാരമാണ് നാരായണദാസ് ഈ ഒരു സംഭവത്തിൽ ഇടപെടുന്നതും പിന്നീട് ലഹരി മരുന്നുമായി ബന്ധപ്പെട്ട് ഈ ഷീല സണ്ണിയുടെ വാഹനത്തിലേക്ക് ഉൾപ്പെടെ ഈ ലഹരി മരുന്നെന്ന് കരുതുന്ന വസ്തു വയ്ക്കാനായുള്ള ശ്രമങ്ങളൊക്കെ തന്നെ നടത്തുന്നതും പിന്നീടാണ് ഷീല സണ്ണി അറസ്റ്റിലാകുന്നതും. എന്തായാലും എന്തിനു വേണ്ടിയാണ് ഇവർ ചെയ്തതെന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ തനിക്ക് അറിയണം എന്നുള്ളതായിരുന്നു ഷീല സണ്ണി ലിവിയുടെ അറസ്റ്റ് നടന്ന ആ ഒരു സമയത്ത് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അതായത് ലിവിയുമായി മറ്റ് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലാ കുടുംബത്തിലും ഉണ്ടാകുന്ന തരത്തിലുള്ള ചെറിയ ചെറിയ അസ്വാരസ്യങ്ങൾ മാത്രമാണ് ഉണ്ടായത്. ഷീല സണ്ണിയുടെ മകന്റെ ഭാര്യയുടെ സഹോദരിയാണ് ഈ ലിവിയ എന്ന് പറയുന്ന വ്യക്തി. എന്തായാലും ഇതിന്റെ പേരിൽ 72 ദിവസമാണ് ഷീല സണ്ണി ജയിലിൽ കഴിയേണ്ടി വന്നത്. ഇന്നിപ്പോൾ ഏകദേശം 10 മണിയോടുകൂടി അന്വേഷണ ഉദ്യോഗസ്ഥൻ എത്തി ലിവിയയെ കൂടുതൽ ചോദ്യം ചെയ്ത് കൂടുതൽ വിശദാംശങ്ങൾ തേടാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഒടുവിൽ അറിയാൻ കഴിഞ്ഞാൽ. അതിനുശേഷമായിരിക്കും കോടതിയിൽ ഹാജരാക്കുക.